എല്ലാവർക്കും നമസ്കാരം. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഏറ്റവും ശക്തമായി നമ്മളിലേക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു മെട്രിക്കിനെയാണ് CCC അഥവാ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയവും. സാധാരണ നമ്മുടെയൊക്കെ ഒരു ട്രേഡിംഗ് ബിസിനസ് ഓർ മാനുഫാക്ചറിങ് ബിസിനസ്സൊക്കെ ആണെങ്കിൽ എന്തായാലും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്യുന്ന സമയം ആ വെൻഡർക്ക് പേ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് ഔട്ട് ആവുകയാണ്. ദെൻ വന്ന ഇൻവെൻട്രി നമ്മൾ സെയിൽ നടത്തി അതിൽ നിന്ന് കളക്ഷൻ വരുമ്പോഴേ ക്യാഷ് ഇൻ വരുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. DIO + DSO - DPO, ഇതാണ് CCC എന്ന് പറയുന്നത്, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. അതാണ് നമ്മുടെ വിഷയവും. അപ്പോൾ ആദ്യം DIOനെ പറ്റി സംസാരിക്കാം, ഡേയ്സ് ഇൻവെൻട്രി ഔട്ട്സ്റ്റാൻഡിങ്. ഈ ഒരു മെട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ഇറ്റ് ടേക്ക് ഫോർ എ കമ്പനി ടു സെൽ ഇറ്റ്സ് ഇൻവെൻട്രി. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ വാങ്ങി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ്, ഇത് എത്രത്തോളം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സമയം നമുക്ക് വേണ്ടി വരുന്നു സെയിൽസ് സംഭവിക്കാൻ, ആ കാലഘട്ടത്തെയാണ് ഡേയ്സ് ഇൻവെൻട്രി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം DIO വളരെ കുറവാണെങ്കിൽ അത് ഏറ്റവും എഫിഷ്യൻറ്റ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണെന്ന് പറയാം. കാരണം വരുന്ന ഉൽപ്പന്നം നമ്മുടെ ഗോഡൗണിൽ അധികം സമയം ഇരിക്കാതെ വേഗതയിൽ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ, അത് ഉൽപ്പന്നമായിട്ടാവട്ടെ അല്ലെങ്കിൽ വന്ന ആ സംവിധാനങ്ങൾ പിന്നീട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയലായിട്ടായിക്കോട്ടെ, എത്ര വേഗതയിൽ ആ ഇൻവെൻട്രി നമുക്ക് സെയിൽസ് നടന്ന് ക്യാഷ് വരുത്താൻ സാധിക്കുന്നു, അത് ശരിക്കും പറഞ്ഞാൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഏറ്റവും എഫിഷ്യൻറ്റ് വേ എന്ന് പറയാം. രണ്ടാമത് DSO, ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ്. ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ഇറ്റ് ടേക്ക് ഫോർ എ കമ്പനി ടു കളക്ട് പേയ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് കസ്റ്റമർ ആഫ്റ്റർ എ സെയിൽ. ഒരു സെയിൽ നടന്നതിന് ശേഷം എത്ര വേഗതയിൽ അതിൻ്റെ പണം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ക്രെഡിറ്റൊക്കെ കൊടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ആ കളക്ഷൻ എത്ര വേഗതയിൽ സംഭവിക്കുന്നോ, അതിനുവേണ്ടി എത്ര സമയം എടുക്കുന്നോ, അതാണ് ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോവർ DSO എന്ന് പറയുന്നതും ഒരു ഡിസൈറബിൾ സ്റ്റേറ്റ് ആണ്. കാരണം അതായത് ഏറ്റവും കുറഞ്ഞ DSOയിലാണ് ഓടുന്നതെങ്കിൽ കമ്പനി വളരെ ഫാസ്റ്റായിട്ട് ക്യാഷ് റിസീവ് ചെയ്യുന്നു, ക്വിക്കലി ക്യാഷ് കളക്ഷൻ വരുന്നു, കമ്പനി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നടത്തും. അപ്പോൾ DIO ആയി, DSO ആയി. ഇനി DPO, ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ്. ഈ മെട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ഇറ്റ് ടേക്ക് ഫോർ എ കമ്പനി ടു പേ ഇറ്റ് സപ്ലയേഴ്സ്. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ആ മെറ്റീരിയലിന് എത്ര സമയമെടുക്കുന്നു നമ്മൾ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാൻ. അവിടെ സ്വാഭാവികമായിട്ടും ഹയർ DPO ആണെങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ച് കൂടുതൽ ബെനിഫിഷ്യലാണ്. കൂടുതൽ ദിവസം കഴിഞ്ഞ് നമുക്ക് പൈസ കൊടുത്താൽ മതിയെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയം നമുക്ക് വേഗതയിൽ പണം കിട്ടുകയും ചെയ്യുന്നു. വൈകി കൊടുത്താൽ മതിയെങ്കിൽ ആ ക്യാഷ് കൂടുതൽ സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു. കമ്പനിക്ക് ചിലപ്പോൾ ആ ക്യാഷ് കുറച്ചും കൂടെ നമുക്ക് ക്യാഷ് സർപ്ലസ് വെച്ച് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയം CCCയിലേക്ക് വരികയാണെങ്കിൽ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 3 കാര്യങ്ങൾ DIOയും DPOയും DSOയും ഒക്കെ ഒന്ന് അസസ് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ. കാരണം ഒരു കമ്പനിയുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരു കമ്പനിയുടെ പൾസ് നമുക്ക് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ഈ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. കാരണം ഇതൊരു സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ലിക്വിഡിറ്റി, അത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണോ നിൽക്കുന്നതെന്നൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല നമ്മൾ പറഞ്ഞു. DIO അതായത് ഡേയ്സ് ഇൻവെൻട്രി ഔട്ട്സ്റ്റാൻഡിങ് + DSO, ഡേയ്സ് സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് - ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് അഥവാ DPO ആണ്. അപ്പോൾ ലോവർ DIO എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെൻട്രി വളരെ ഫാസ്റ്റായി വിൽക്കുന്നു എന്നർത്ഥം. ലോവർ DSO എന്ന് പറഞ്ഞാൽ വേഗതയിൽ കളക്ഷൻ നടക്കുന്നു എന്നർത്ഥം. ഹയർ DPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് പ്രിസർവ് വെക്കാനായിട്ട് സാധിക്കുന്നു, നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. കാരണം സപ്ലയേഴ്സിന് പതുക്കെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതനുസരിച്ച് CCC ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക. ചില കമ്പനികൾക്ക് പറ്റുന്നത് പേയ്മെൻറ്റ്സ് ഒക്കെ വേഗം കൊടുക്കേണ്ടി വരുന്നു, പക്ഷേ ക്യാഷ് കളക്ഷൻ കിട്ടാൻ സമയമെടുക്കുന്നു. ഇവിടെയാണ് ക്യാഷ് ക്രഞ്ച് ഉണ്ടാവുന്നത്, കമ്പനിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ക്യാഷ്. ഇൻവെൻട്രി ക്യാഷ് തന്നെയാണ്. ആ ഇൻവെൻട്രി ഏറ്റവും വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കളക്ഷൻ എത്രയും വേഗതയിലാക്കാൻ നോക്കുക. പിന്നെ ചില കമ്പനികളിലൊക്കെ നമുക്ക് അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ആ സ്റ്റോക്കിലൊരു പ്രത്യേക കെയർ ഉണ്ടാവുക. കാരണം എത്ര വൈകി കൊടുക്കാൻ പറ്റണോ അത്രയും നല്ലതാണ്. വേഗത കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബെസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്, ബെറ്റർ റേറ്റ് കിട്ടുന്നുണ്ട്, ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റാണ് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടി വരും. ഈ കാര്യങ്ങൾ അസസ് ചെയ്ത് പോകുമ്പോൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ വേഗതയിലാവും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എത്രയും വേഗതയിൽ നമ്മളിലേക്ക് റിട്ടേൺ വരും വിത്ത് പ്രോഫിറ്റ്. ആ ഒരു മാനദണ്ഡത്തിൽ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.